ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഒരു അൺഎംപ്ലോയ്ഡ് ഡേ ഇൻ മൈ ലൈഫ്. രാവിലെ നല്ല സൂര്യപ്രകാശം അടിക്കുന്നുണ്ട്. ഇന്നൊരു ചെറിയ മേക്ക് ഓവർ നടത്തിയാലോ എന്നാണ് ആലോചിക്കുന്നത്. എനിക്കിനിയിപ്പോൾ പ്രത്യേകിച്ച് മേക്ക് ഓവറിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്ത് ചെയ്തിട്ട് കാര്യമില്ലെന്തോ. അപ്പോൾ നമുക്ക് ഗാർഡൻ മേക്ക് ഓവർ ചെയ്യാം. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറച്ചൊരു ഒരു ഏരിയ ഇങ്ങനെ കെട്ടിയിട്ടുണ്ട്. അവിടെ കുറേ നാളായി അമ്മ പല സാധനങ്ങളൊക്കെ നട്ടുനോക്കിയിട്ടൊരു ഒരു മേനയാവുന്നില്ല. ഇപ്പോൾ മറ്റേ സീനിയ എന്ന് പറയുന്ന കളർഫുൾ ചെടിയാണ് ഇപ്പോൾ നട്ടേക്കുന്നത്. പക്ഷെ അതും അത്ര ഒരു കുമ്മില്ല. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അവിടെ പ്ലാൻ ചെയ്യാം. രാവിലെ ആയതുകൊണ്ട്, ഇപ്പോൾ വേനൽക്കാലമാണല്ലോ, അപ്പോൾ രാവിലെ ആയതുകൊണ്ട് നല്ലതായിരിക്കും. നമുക്ക് പോയി നോക്കാം. ഹലോ ഗൈസ്, ഇത് നോക്കൂ. ഇത് ഭയങ്കര റെഡാണ്. ഇതാ നല്ല അടിപൊളി ഇത് കാണാൻ. ആ സൺലൈറ്റിലുള്ള അതിൻ്റെ കളർ നോക്കൂ. ഓ, സെറ്റ് കളർ. പക്ഷെ ക്യാമറയിൽ കൂടെ അത്ര ഭംഗിയില്ല ഇത് കാണാൻ. നേരിട്ട് കാണാനാണ് അത് ഭംഗി. നോക്ക് ഇതിൻ്റെ കളർ നോക്ക്. വാവ്, നൈസ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത സ്ഥലം ഇതാണ്. ഇവിടെ അമ്മ പലതും നട്ടു നോക്കി. ഇപ്പോൾ ഇത് വളരെ അലമ്പായിട്ട് കിടക്കുക. നമുക്കിവിടെ നിന്ന് മേക്ക് ഓവർ ചെയ്യാം. ഓക്കെ. സോ ഗൈസ്, യൂസ്ലെസ് ആയിട്ട് ഇതിവിടെ യൂസ്ലെസ് അല്ല, ഇത് ആക്ച്വലി നല്ല ഭംഗിയുള്ള സാധനമാണ്. ഇതിങ്ങനെ ഇവിടെ കൊണ്ട് വെച്ചേക്കുക. ഇതിവിടെ അങ്ങനെ പ്രത്യേകിച്ച് എന്നിട്ട് വലിയ ഭംഗിയൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് നമുക്ക് പറിച്ച് അവിടെ കൊണ്ട് നടാം. അപ്പം അവിടെ കുറച്ചുകൂടെ സെറ്റാവും. അവിടുത്തെ എസ്തെറ്റിക് വ്യൂ മാറുമായിരിക്കും. ഓക്കെ, നമുക്കത് ചെയ്യാം രാവിലെ. ഹായ്, എൻ്റെ നിഴലാണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്. ഇവിടെ മറ്റേ സാധനമുണ്ട്. കണ്ട ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു വ്യൂ വരുന്നത്. ആ ഏരിയ ആണ്, അത്ര ഏരിയ ആണ് നമ്മളിന്ന് വൃത്തിയാക്കി സെറ്റാക്കാൻ പോകുന്നത്. നോക്കാം നമുക്ക്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ബേസിക്കലി അത് ഇപ്പം 2-3 മഴയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത് പിഴുതെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പാടായിരിക്കുന്നു. അപ്പം ഞാൻ നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു. വെള്ളം ഒഴിച്ചു കഴിയുമ്പോഴത്തേക്കും വേരൊക്കെ ഒന്ന് നനയുമല്ലോ. അപ്പം നമുക്കത് പിഴുതെടുക്കാൻ എളുപ്പമായിരിക്കും. അപ്പം ഞാൻ വേര് എല്ലാം ഒന്ന് നനയ്ക്കാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യവും മണ്ടത്തരമായതുകൊണ്ട് തന്നെ തൊട്ടപ്പം തന്നെ ഇങ്ങനെ പിഴുത് വന്നു. വെറുതെ ഞാനൊരു ബക്കറ്റ് വെള്ളം ചുവന്നു. അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു ചെടി നിൽപ്പുണ്ട്. ഇതാ ഇപ്പം ആ ഫ്രെയിമിൽ കാണുന്ന ഞാൻ പിഴുത് കളയാത്ത അത് ചന്ദന മരത്തിൻ്റെ തൈയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറയും, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. അച്ഛൻ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ അതങ്ങ് അവിടെ നിന്ന് മാറ്റിയിട്ട് വേറെ സ്ഥലത്ത് ഒരു ചെറിയൊരു സ്ഥലമുണ്ട്, അവിടെ കൊണ്ട് നടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു. കാരണം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയ ചന്ദനമരം നിൽപ്പുണ്ട്. അത് പണ്ടെപ്പോഴോ തന്നെ കിളിച്ച് വന്നതാണോ എന്തോ സംഭവം എന്നറിയത്തില്ല. പക്ഷെ നമ്മളത് വെട്ടിയിട്ടും ഇല്ല. അതൊരു രസമാണ് അവിടെ നിൽക്കുന്ന കാണാൻ. ചെറിയൊരു മരം, നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ റെനോവേഷനൊക്കെ നടക്കുന്നതിനൊക്കെ മുന്നേയും അതുണ്ടായിരുന്നു. ഇപ്പോഴും അതവിടെ നിൽപ്പുണ്ട്. നമ്മൾ അങ്ങനെ സേവ് ചെയ്ത കുറച്ച് മരങ്ങളേ ഉള്ളൂ. ഞാൻ വീടിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. നമ്മൾ സേവ് ചെയ്ത് നിർത്തിയ കുറച്ച് മരങ്ങളിലൊന്നാണ് ആ ചെറിയൊരു ചന്ദനമരം. പിന്നെ ഒരു വേപ്പിൻ്റെ ഒരു ആര്യവേപ്പ്, കറിവേപ്പല്ല, ആര്യവേപ്പിൻ്റെ ഒരു ഒരു ട്രീ ഉണ്ട്. അതും നമ്മൾ സേവ് ചെയ്ത് നിർത്തി. പിന്നെ കുറച്ച് ചെമ്പരത്തി, തെറ്റി, അങ്ങനെ കുറച്ച് ചെടികൾ മാത്രമേ നമ്മൾ സേവ് ചെയ്ത് നിർത്തിയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ റെനോവേഷൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന സ്റ്റോൺ വിരിക്കുന്നതുകൊണ്ട് നമ്മൾ എല്ലാം കളഞ്ഞു. കാരണം നമ്മുടെ ഫ്രണ്ടിലത്തെ ആ പോർഷൻ ഭയങ്കര ചെറുതായിരുന്നു റിനോവേഷന് മുന്നേ. അപ്പോൾ എൻ്റെ ഒരു ഐഡിയ ആയിരുന്നു, ലൈക്ക് അവിടെ നമ്മളിങ്ങനെ കുറച്ചും കൂടെ എല്ലാം എടുത്ത് മാറ്റിയിട്ട് സ്റ്റോൺ പാകി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഫ്രണ്ട് പോർഷന് കുറച്ചും കൂടി ഒരു സ്ഥലമുള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷേ ഔട്ട്പുട്ട് നല്ല അടിപൊളിയായിട്ട് വന്നു. പണ്ടേ എനിക്കറിയത്തില്ല എത്ര പേർക്കിത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. പണ്ട് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും നമ്മളെ ഹോബി ചോദിക്കുമല്ലോ. ലൈക്ക് സ്കൂളിലും നമ്മൾ പരിചയപ്പെടുന്ന ആൾക്കാർ ഒക്കെ നമ്മളോട് ചോദിക്കും, എന്താ വീട്ടിൽ ചെന്ന് എന്ത് ചെയ്യും, എന്താണ് ഹോബി എന്ന് ചോദിക്കും.
എനിക്ക് ഡാൻസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പാട്ട് എവിടെ കേട്ടാലും ഡാൻസ് കളിക്കുന്ന പരിപാടിയുണ്ട്. പിന്നെ തന്നെ സംസാരിക്കുന്ന പരിപാടിയുണ്ട്. നമ്മുടെ സ്പ്രേയുടെ ബോട്ടിൽ അങ്ങനത്തെ സാധനമൊക്കെ എടുത്ത് വെച്ച് തന്നെ സംസാരിക്കുന്ന പരിപാടിയുണ്ട്. അപ്പം എപ്പോഴും ഞാൻ അങ്ങനത്തെ ഒരു ഹോബിയുടെ കൂട്ടത്തിൽ ചെയ്യുന്നൊരു സംഭവമായിരുന്നു ഈ ഗാർഡനിങ്. ഇതെപ്പോഴും എഴുതി വെക്കും. ഗാർഡനിങ്ങിൻ്റെ ABCD അറിയത്തില്ല. എൻ്റെ ഒരു അറിവിൽ ചെടി നടുക, ചെടി കാണാൻ ഇഷ്ടം ഉള്ളത് പറിച്ച് നടുക, അതൊക്കെയാണ് ഗാർഡനിങ് എന്നാണ് അന്ന് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഗാർഡനിങ് എന്ന് പറയുന്നൊരു പ്രൊഫഷൻ തന്നെ ഉണ്ടെന്നും അതിൽ നിന്ന് ഒരു ഡെയിലി വേജസ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെന്നും അത് ഒരു പ്രൊഫഷനാണെന്നും അതിൽ നിന്ന് ഇൻകം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്, അതൊക്കെ ഞാൻ പിന്നെയാണ് അറിയുന്നത്. ഇത് ഞാൻ എന്തോ കാണിക്കുന്നത് അറിയോ? ഇത് മറ്റേ ഈ ചെടിയില്ലേ, ഇപ്പം ഞാൻ നടന്ന ചെടി, അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് അതിൽ തന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഇതേ സെയിം കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുമോ. അപ്പോൾ അത് നമ്മൾ പറിച്ച് മാറ്റി നടുവാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു വലിയ പ്രഹസനമാണ് ഞാൻ അവിടെ കാണിച്ചിട്ട് പോയത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഗാർഡനിങ് ആണല്ലോ. അപ്പോൾ എനിക്കത് പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പിന്നെ വീട്ടിൽ തന്നെ ഫ്രൂട്ട്സ്, പേരയ്ക്ക, ചാമ്പയ്ക്ക ഇതൊക്കെ ഉള്ളതും അതൊക്കെ പറിച്ച് തിന്നുന്നതും അതൊക്കെ എൻ്റെ ഒരു വിനോദമാണ്. അപ്പം ഞാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് കുറേ ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചീക്കു ഉണ്ട്, മറ്റേ അനാറിൻ്റെ വെച്ചിട്ടുണ്ട്, ചെറിയുണ്ട്, സ്റ്റാർ ഫ്രൂട്ടുണ്ട്, അങ്ങനെ കുറേ. പക്ഷേ ഇതിലൊന്നും എല്ലാം കായൊന്നും ആയിട്ടില്ല. നമ്മൾ വെച്ചിട്ട് കുറച്ച് കാലം ആയതേ ഉള്ളൂ. സ്റ്റാർ ഫ്രൂട്ട് അത്യാവശ്യം നന്നായിട്ട് വളരുന്നുണ്ട്. അപ്പം ഗാർഡനിങ് എന്ന് പറയുമ്പം ഞാൻ പണ്ടോട്ടേ വിചാരിച്ചതൊക്കെ ഇങ്ങനെ നടുക. പക്ഷേ ഇതൊരു ആക്ച്വലി നല്ലൊരു, ഞാൻ രാവിലെ എണീക്കുന്ന ഒരാളെയല്ല. ഇന്നലെ എനിക്കൊരു റാൻഡമായിട്ട് തോന്നിയൊരു പരിപാടിയാണ് രാവിലെ എണീറ്റ് ആ ഏരിയ ഒന്ന് ക്ലീൻ ആക്കണം. ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അമ്മ പറയുകയും ചെയ്യും, അവിടുത്തെ അത് ഒന്ന് നട്ടിട്ടോ അങ്ങോട്ട് സെറ്റാവുന്നില്ലല്ലോ എന്ന്. ഇപ്പം ഞാൻ ഈ നട്ടത് വലിയ സംഭവമാണെന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒരു മേന വരുത്താൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു ഗൈസ്. ഇപ്പം ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്നതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലും പിന്നെ എൻ്റെ വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ നിങ്ങൾക്കൊരു പ്ലസൻറ്റ് സൗണ്ട് കേൾക്കാം. ഞാൻ രാവിലെ എണീറ്റ് നമ്മുടെ വീട് വലിയൊരു സിറ്റിയിലുമല്ല, എന്നാൽ ഒരു വലിയൊരു പ്രോപ്പർ ഗ്രാമപ്രദേശമല്ല, ഒരു ഇൻ ബിറ്റ്വീൻ ഓഫ് ദാറ്റാണ്. അപ്പം സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അടുത്തൊരു ചെറിയ അമ്പലമുണ്ട്. അവിടെ പരിപാടിയാണ്, സപ്താഹം ആണ്. അപ്പം അതിൻ്റെ ഒരു വായന. പിന്നെ എൻ്റെ ദൈവം, എൻ്റെ ബാത്റൂമിന് എക്സോസ് ഫാനിൻ്റെ അകത്ത് വരെ മറ്റേ മൈന കൂട് വെച്ചിട്ടുണ്ട്. അപ്പം കുറേ കിളികളും സാധനമൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, സൗണ്ടാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ അപ്പം ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, ഓക്കെ വീഡിയോ ഫുൾ മ്യൂട്ട് ചെയ്തിട്ട് എഡിറ്റ് ചെയ്താലോ എന്ന്. പക്ഷേ ഇത് രണ്ടും കൂടെ കേൾക്കാനൊരു ഇങ്ങനെ നാടൊക്കെ മിസ് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ മോർണിംഗ് വൈബ്സ് ഇഷ്ടമുള്ള, ഞാനൊരു നൈറ്റ് ഔളാണ്. പക്ഷേ ഇപ്പം ഈ വീഡിയോ കേൾക്കുമ്പം ആക്ച്വലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സസ് കേൾക്കുമ്പം അത് കുറച്ച് രസമായിട്ട് എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ നല്ല, എനിക്ക് പേഴ്സണലി പറയുക, നല്ലൊരു ഇങ്ങനെ രാവിലെ സാധാരണ നമ്മൾ ഈ വിഷ്വൽസിലൊക്കെ കാണത്തില്ലേ, ഈ പാലക്കാട് ഏരിയയിലൊക്കെ വിഷ്വൽസിൽ മോർണിംഗ് വിഷ്വൽസൊക്കെ നമ്മൾ സൺറൈസ് അതിൻ്റെയൊക്കെ വീഡിയോയിൽ ഈ ചെറിയ കിളി കരയുന്നതും അമ്പലത്തിൽ ഇങ്ങനെ വായന നടത്തുന്ന പരിപാടിയൊക്കെ, ആ ഒരു സാധനം എനിക്കിങ്ങനെ നൊക്ലാച്ചിയ പോലെ തോന്നി. അതുകൊണ്ട് ഞാനത് കളയണ്ടെന്ന് വിചാരിച്ചു. ബൈ ഇപ്പം ഞാൻ ആ വെച്ച ചെടിയൊക്കെ പോയിട്ട് നോക്കുമ്പോൾ രസമുണ്ട് കേട്ടോ. രാവിലെ വെച്ചപ്പോൾ അത് ആ വെച്ചതിൻ്റെ ഒരു വാട്ടിൽ എന്തായാലും കാണും. ഇപ്പം വെയിലൊക്കെ അടിച്ച് ഇപ്പം അത് അത്യാവശ്യം നല്ല ഉഷാറായി നിൽപ്പുണ്ട്. ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കുമ്പോൾ ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. 2 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് അതിലെ ചെളിയൊക്കെ പോയി ഒന്ന് സെറ്റാവും. ആ പ്ലാന്റ് നമ്മൾ എന്തായാലും ഒരു ഷിഫ്റ്റ് ചെയ്തതല്ലേ, നമ്മൾ തന്നെ ഒരു വീട്, നമുക്കാണെങ്കിലും ഒരു ഷിഫ്റ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അവരൊന്ന് സെറ്റായൊക്കെ വരട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഗാർഡനിങ്. എത്ര പേർക്ക് ഇഷ്ടമാണ് ഗാർഡനിങ്? അതൊരു ഭയങ്കര മനസ്സിനൊരു ഭയങ്കര സന്തോഷം തരുന്നൊരു സാധനം. ഒരു പുതിയ ചെടി വെക്കുക, ചിലപ്പോൾ നമ്മളൊരു തണ്ട് അറുത്തായിരിക്കും വെക്കുന്നത്, ചിലപ്പോൾ ഒരു തൈയായിരിക്കും നടുന്നത്. പക്ഷെ അത് ഇങ്ങനെ പൂവായി ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണാൻ, അത് വളരുന്ന കാണാൻ ഭയങ്കര രസമാണ്. എൻ്റെ അച്ഛനും അമ്മയും എവിടെ ചെടി കിട്ടിയാലും വാങ്ങും. ഈ റീൽസിലൊക്കെ നമ്മൾ കാണത്തില്ലേ, ഏത് ഏരിയയിൽ ഏതൊരു സ്ഥലത്ത് പോയാലും അച്ഛനിങ്ങനെ അച്ഛൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ പോകും, എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിൽ പോകുമ്പം വല്യമ്മയാണെങ്കിൽ കുറേ സാധനം കൊടുത്തു വിട്ടായിരുന്നു, കുറേ ചെടി. അതൊക്കെ ഇങ്ങനെ പൂവായി വരുന്നതൊക്കെ അമ്മ
ഞങ്ങളിപ്പോൾ ദൂരെ ആകുമ്പോൾ അമ്മ അടുത്ത് ഫോട്ടോ അയച്ചു തരും. അമ്മ പറയും അന്ന് അവിടെ നിന്ന് കൊണ്ടുവന്ന ചെടിയാണ്. ആക്ച്വലി അതൊരു ഭയങ്കര ഒരു നല്ല സാധനമാണ്. ലൈക്ക് നമ്മൾ വളരുന്ന കൂടെ നമ്മളെ കൂടെ ചെടികളും വളരുക, അത് പൂടുക, കാണുക. അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. യൂട്യൂബിൽ എനിക്ക് ഏറ്റവും കാണാൻ ഇഷ്ടമുള്ള ഒരു കാറ്റഗറി ഓഫ് വീഡിയോ അതാണ് ഈ ഗാർഡനിങ് ചെയ്യുന്നത്. ഗാർഡനിങ്ങിന് വേണ്ടി ഒത്തിരി ടൂൾസൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ കുറേ ആൾക്കാരുടെ വീഡിയോസ് കാണും കേട്ടോ. ഗേൾസും ഉണ്ട് ബോയ്സും ഉണ്ട്. സർപ്രൈസിങ്ലി ബോയ്സാണ് കൂടുതലും അടിപൊളിയായിട്ട് ഇൻവെസ്റ്റൊക്കെ ചെയ്യുന്ന കുറേ ഇങ്ങനെ എന്ന് വെച്ചാൽ പ്ലാന്റ്സ് പല വെറൈറ്റി. അവർക്ക് ഇങ്ങനെ ഇപ്പം ഞാൻ എൻ്റെ ചെടി വെട്ടുന്നത് എൻ്റെ നോർമൽ ഇത് നമ്മൾ ചെടിക്ക് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ലൈക്ക് അങ്ങനെ മാത്രം യൂസ് ചെയ്യുന്ന സിസേഴ്സാണ്. ചില യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കയ്യിൽ ഈ ചെടിയുടെ ലീഫ് കട്ട് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള സിസേഴ്സ് അല്ല, അതിൻ്റെ പല പേരുണ്ട്. അതിൻ്റെ കുറേ ടൂൾസിനൊക്കെ അതിൻ്റെ പേരൊന്നും എനിക്കതിനെ പ്രൊഫഷണലി അല്ലെങ്കിൽ ടെക്നിക്കലി ഒന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ ഈ വീഡിയോസ് ഞാൻ ഇങ്ങനെ ഇരുന്ന് റിപ്പീറ്റഡ്ലി കാണും. ഞാൻ അങ്ങനത്തെ ഒരു ചാനൽ ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യും. കാരണം ഞാൻ ഇരുന്നിങ്ങനെ കാണും. ഭയങ്കര സൂത്തിങ് ആണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ പുതിയ ചെടി വാങ്ങിയിട്ട് റീപോർട്ട് ചെയ്യുക, പുതിയതിങ്ങനെ പ്ലാന്റ്സ് ഉണ്ടല്ലോ കുറേ ഇങ്ങനെ പ്ലാന്റ്സ് എക്സോട്ടിക് ഫ്രൂട്ട്സിൻ്റെയൊക്കെ ഇങ്ങനെ കുറേ കളക്ഷനുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ആ വീഡിയോസൊക്കെ ഞാൻ കുത്തിയിരുന്ന് കാണും. ഈ ഫുഡിൻ്റെ വീഡിയോസ് കാണുന്ന പോലെ തന്നെ ഇങ്ങനെ ഗാർഡനിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇപ്പോഴും നല്ല കുറേ കാലമായിട്ട് അതിങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ പേര് എനിക്കറിയാം. അങ്ങനെ എല്ലാവരുടെയും പേരെടുത്തൊന്നും ഞാൻ പറയുന്നില്ല, ലൈക്ക് എപ്പോഴേലും ഒരു സാഹചര്യത്തിൽ പറയാം. പക്ഷേ ലൈക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. ഇന്ന് രാവിലെ ചെയ്തപ്പോൾ എനിക്ക് സാധാരണ ഇങ്ങനെ രാവിലെ എണീക്കുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണ്. അൺലെസ് ഐ ആം വർക്കിംഗ്. എനിക്ക് രാവിലെ എണീക്കുന്ന ഇഷ്ടമേ അല്ല. പക്ഷെ ഇന്നെന്താണെന്നറിയത്തില്ല, ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയം പോയതറിഞ്ഞില്ല. ഞാൻ ഭയങ്കര സിൻസിയർലി വർക്ക് ചെയ്തു. ഞാൻ ആ ലാസ്റ്റ് ഫൈനൽ ടച്ചപ്പ് എന്നുള്ള രീതിയിൽ സിസേഴ്സുമായിട്ട് പോയിട്ട് അതിൻ്റെ അകത്ത് ഇങ്ങനെ നിന്നതൊക്കെ കട്ട് ചെയ്ത് കളയുക. അതുപോലെ ആ ലീവ്സിലൊക്കെ ഒത്തിരി ചളി പിടിച്ചിരിപ്പുണ്ടായിരുന്നു. ഇങ്ങനെ വെള്ളം കുത്തി ഒഴിച്ചിട്ട് നല്ലോണം ചെളിയായിട്ട് അങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഇങ്ങനെ വെള്ളം കൊണ്ടുവന്ന് നല്ല അടിപൊളിയായിട്ട് ക്ലീനാക്കി. എന്നുവെച്ചാൽ ഈ ഇലയെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, നമ്മുടെ കറക്റ്റ് ഒരു പ്ലാസ്റ്റിക്കി ഫീലാണ് ഈ ഇലയ്ക്ക് തൊടുമ്പം. നല്ല ഷാർപ്പുമാണ് അതിൻ്റെ എഡ്ജ്. പിന്നെ അതിൻ്റെ ഇലയ്ക്ക് നമുക്കൊരു നോർമൽ ഇലയിൽ തൊടുന്ന പോലെ അല്ല. കറക്റ്റ് നമ്മൾ അകത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവും. പക്ഷെ എന്നാലും ഒരു ദൂരെ നിന്ന് നോക്കുമ്പോൾ അതിനൊരു പ്ലാസ്റ്റിക്കി പോലത്തെ, അത് തൊടുമ്പോഴും അത്യാവശ്യം കട്ടിയുണ്ട്, ഒരു പ്ലാസ്റ്റിക്കി ഫീലുമാണ്. അപ്പോൾ ഈ ഇല വെള്ളം ഒഴിച്ചൊന്ന് കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭയങ്കര, പക്ഷെ അത് വീഡിയോയിൽ എത്രമാത്രം അറിയാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ കട്ട് ചെയ്ത് ഞാനെല്ലാം കഴുകില്ലേ, ഇലയൊക്കെ ഇരുന്ന് വൃത്തിയാക്കി കഴുകുന്നുണ്ട് ഞാൻ അതിൻ്റെ അകത്ത്. അത് കഴിഞ്ഞപ്പോൾ കിട്ടിയൊരു ഔട്ട്പുട്ടുണ്ട്. ഓക്കെ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.